നമ്മൾ നേന്ത്രപ്പഴം വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസം വെച്ചാൽ ഇത് പഴുത്ത് ഇങ്ങനെ തൊലിയൊക്കെ കറുത്തു പോലെ. പിന്നെ തൊലി കറുത്ത ആരും കഴിക്കില്ല, അപ്പം അത് വേസ്റ്റ് ആക്കാതെ. അതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരം എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതും ആവിയിൽ വേവിച്ചെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഇവിടെ 3 നേന്ത്രപ്പഴം എടുത്തിരിക്കുന്നത് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ പഴം നല്ലപോലെ വെന്ത് ആകെ തൊലിയൊക്കെ അടർന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കണം. ചൂടാറിയതിന് ശേഷം ഇതിനകത്തുള്ള ഒരു നാരും കുരുവൊക്കെ എടുത്ത് മാറ്റണം. മിക്സി ജാറിലേക്ക് കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഏലക്കയുടെ തരി ചേർത്ത് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളിവിടെ എടുക്കുന്നത് കരിപ്പട്ടിയാണ്. ഒരു ദിവസം പാലക്കാട് പോയിട്ട് വരുന്ന വഴിക്ക് ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് വാങ്ങിച്ചതാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ തന്നെ നമുക്ക് പഴം കൂടെ അടിച്ചെടുക്കാം കേട്ടോ. കുറച്ച് പഴമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പഴം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ തുടച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ പഴവും ഏലക്ക പൊടിച്ചതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കുന്നുണ്ട്, ഒരു കൈപ്പിടി അളവ്. നമ്മുടെ നമ്മുടെ ശർക്കര ഉരുകിയിട്ടുണ്ട്, പക്ഷെ ഫുള്ളായിട്ട് ഉരുകിയിട്ടില്ല കേട്ടോ. നമുക്ക് ഇത്ര ശർക്കര വേണ്ടാത്തത് കൊണ്ട് ഉരുകിയ ഭാഗം ഞാൻ കുറച്ചെടുക്കുകയാണ് കേട്ടോ. പഴം നല്ല മധുരമുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാരയും ചേർത്തിട്ടുണ്ടല്ലോ. ബാക്കി ഉരുക്കിയെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ബോട്ടിലൊക്കെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടൻ ചായയൊക്കെ കുടിക്കുമ്പോൾ എടുക്കാവുന്നതാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ ജലദോഷ, ചുമ അതുപോലെയുള്ളത് തന്നെ നമ്മൾ കുരുമുളക്, തുളസി, ഇഞ്ചിയൊക്കെ എടുത്ത് കട്ടൻ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ പഞ്ചസാര ചേർക്കണേക്കാളും നല്ലത് കരിപ്പട്ടി ചേർക്കണത് കേട്ടോ. ഒരു നുള്ളു ഉപ്പ്. മധുരം എന്ത് ചെയ്യണമെങ്കിലും കുറച്ച് ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മധുരം എടുത്തറിയും. അതുപോലെ തന്നെ നമുക്ക് ഒരു തിത്തിപ്പ് പറയും. മധുരം കൂടുതൽ കഴിക്കുമ്പോഴുള്ള ആ ഒരു ഇതും ഉണ്ടാവില്ല. കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മതി. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ്. KK ബ്രാൻഡിൻ്റെയാണ്. അതിൽ നമ്മൾ ഇടിയപ്പം, പത്തിരിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായിട്ട് വരും കേട്ടോ. നമുക്ക് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ ഞാൻ ഇതാണ് ഇപ്പോൾ എടുക്കുന്നത്. കുറച്ചായിട്ട് ചേർത്തെടുക്കാം. ഇതിൻ്റെ ചൂടൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ കുഴക്കാം കേട്ടോ. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നെയ്യ് തീർന്നു, അപ്പോൾ ഞാൻ തുടച്ചെടുത്തതാണ്. ഇനി നമുക്ക് വേണ്ടത് പ്ലാവിലയാണ് കേട്ടോ. ഞങ്ങൾ ചക്കയില എന്നാണ് പറയുക, പക്ഷെ ചിലർ പറയും അയ്യേ ചക്കയിലയോ, പ്ലാവില പറയണതല്ലേ നല്ലത്. നമുക്കിതൊന്ന് കുമ്പിൾ കുത്തിയെടുക്കണം. അപ്പം നമുക്ക് ഈർക്കലി ഉണ്ടെങ്കിൽ ഈർക്കലിൽ കുത്തിയെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ടൂത്ത് പിക്കാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഞാനൊരു കോൺ ഷേപ്പിലാണ് വരിക കേട്ടോ. പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ പ്ലാവിൽ ഇല്ലാത്തവരുണ്ടാവും, അവർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് കാണിച്ചു തരാം. ഇതുപോലെ ചെറിയ പീസ് വാഴയില എടുക്കുക. ഇതിലേക്ക് കുറച്ച് നെയ്യ് തേക്കുക കേട്ടോ. കുറച്ച് നെയ്യ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു സ്ക്വയർ ഷേപ്പാക്കാം. വാഴയിലയ്ക്ക് വാഴയിലയുടേതായിട്ടുള്ള ഒരു മണമാണ്.
ചക്കലയ്ക്ക് ചക്കലയുടേതായിട്ടുള്ള മണ്ണാണ്. ആക്കിയിട്ട് വാഴ നരമുണ്ട് ചെറുതായിട്ടൊന്ന് കെട്ടിയെടുക്കാം കേട്ടോ. കുറച്ച് ശ്രമിച്ചാൽ നമുക്ക് ഈ വാഴയില കൊണ്ട് കോണ് പോലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അത് കുറച്ച് സമയം മെനക്കേടാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഈ ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡ്ഡലി തട്ടിൻ്റെ ആ ചെമ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് പതുക്കെ ഇറക്കി വെച്ചെടുക്കുക. എന്നിട്ട് മൂടി ഉപയോഗിച്ചെടുക്കുക. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക കേട്ടോ. ഒരുപാട് ഫുൾ ഫ്ലെയിമിൽ വെച്ചാൽ വെള്ളം തിളച്ചിട്ട് അടിയിലേക്കൊക്കെ വീഴും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ കുമ്പിളപ്പം വെന്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് നോക്കാം. ഇനി നമ്മുടെ വാഴയിലയിൽ വെച്ചതും കൂടെ നോക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അധികം മധുരം വേണ്ട കേട്ടോ, കട്ട മധുരം വേണ്ട. അപ്പോൾ ഞാൻ മധുരം കുറച്ചാണ് ചെയ്തത്. നിങ്ങൾക്ക് നല്ല മധുരം വേണ്ടതെങ്കിൽ മറ്റേ ഞാൻ മാറ്റി വെച്ചില്ലേ, ആ ശർക്കര മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.